അല്ല സാർ, മോഡി ന്യൂനപക്ഷങ്ങൾ മുസ്ലിം സമുദായത്തിന് ഉന്നമനത്തിന് ചെയ്ത കാര്യങ്ങൾ ഒരു വോട്ട് ബാങ്ക് കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ പ്രക്ഷുബ്ധത്തിൽ നിർത്തിക്കൊണ്ട് സംഘടിത വോട്ട് നേടാനല്ല. അദ്ദേഹം ന്യായമായിട്ടുള്ള ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹത്തിന്റെ അവകാശവും ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച ഒരു സർക്കാരാണ്. സ്വാഭാവികമായിട്ട് എന്നിട്ടാണോ ആ സമുദായത്തെ നുഴഞ്ഞുകയറ്റക്കാരെന്നും കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നവരെന്നും പറയുന്നത് പ്രിന്റു? അങ്ങനെ ഒരു സമുദായത്തെ അങ്ങനെ ആക്ഷേപിക്കാൻ ആരാണ് അധികാരം കൊടുത്തത് പ്രധാനമന്ത്രിക്ക്? ഈ വർഗീയത പറയാൻ ആരാണ് അധികാരം കൊടുത്തത്? അല്ല, അദ്ദേഹം ഒരു പ്രസംഗത്തിനകത്ത് ഈ രാജ്യത്തിന്റെ ഒരു പൊതു സവിശേഷതയെ സൂചിപ്പിക്കുന്ന സമയത്ത് എന്താണ് പൊതു സവിശേഷത? അല്ല, കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പറയുന്ന വെൽത്ത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എന്താണ് നിങ്ങൾ പ്രശ്നം കാണുന്നത്? നമുക്ക് അതിലേക്ക് പോകാം. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇത് പറയുന്നു എന്നാണല്ലോ പറയുന്നത്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഏത് പേജിൽ എന്താണ് പറയുന്നത്? കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യം പറ. നിങ്ങൾ കോൺഗ്രസിന്റെ പ്രകടന പത്രിക വായിച്ചിട്ടാണ് ഈ വിമർശനം ഉന്നയിക്കുന്നതെങ്കിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഏത് വാക്ക് എന്താണ് നിങ്ങളുടെ പ്രശ്നം പറ. എന്താ സാർ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ പ്രശ്നം പറ. അല്ല, വെൽത്ത് ഡിസ്ട്രിബ്യൂഷന്റെ ആദ്യത്തെ അവകാശികൾ ഏതെങ്കിലും ഒരു പ്രത്യേക മൈനോറിറ്റി ആണോ സാർ? അങ്ങനെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലുണ്ടോ? ഏത് പേജിൽ എത്രാമത്തെ വരി? അല്ല, മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗ് പറഞ്ഞത് 2006-ലാണ്. മൻമോഹൻ സിംഗ് പറഞ്ഞത് 2006-ലാണ്. ഇനി അത് തെറ്റാണെന്ന് തന്നെ ഇരിക്കട്ടെ. മൻമോഹൻ സിംഗിനെ താഴെ ഇറക്കി മോദിയെ കൊണ്ടുവന്നു. ഇനി ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിനെ പറ്റി പറ. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എവിടെയാ പറയുന്നത്? മോദി അതും പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എവിടെയാണ് എന്താണ് പറയുന്നത്? ഈ മൻമോഹൻ സിംഗ് പറഞ്ഞ കാര്യം ഒന്ന് പറ. അല്ല, അങ്ങനെ പറയില്ല. മൻമോഹൻ സിംഗ് മോദി അങ്ങനെ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ മോദി അതാ പറഞ്ഞത്. മോദി പറയുന്നത് അതാണ്. സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്? സ്വാഭാവികമായിട്ട് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ നടത്തും, സാമ്പത്തിക സർവേ നടത്തും. വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാൻ എന്താണ് അർത്ഥം സാർ? അദാനിയുടെ അംബാനിയുടെ സ്വത്ത് മാത്രമല്ലല്ലോ, ഈ രാജ്യത്തിലെ മുഴുവൻ ആളുകളുടെയും സ്വത്തും സമ്പാദ്യവും എടുത്തെടുത്ത് ഈ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ മോദി എന്താ വിചാരിച്ചിട്ടുള്ളത്? വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാജ്യത്തെ പാവപ്പെട്ടവരുടെ പണം പെട്രോളിന് വില കൂടി പിടിച്ചെടുത്ത് അദാനിക്ക് കൊണ്ടേ കൊടുക്കാന്നാണോ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതാണോ? അങ്ങനെയല്ലോ. പിന്നെ മോദി എന്താ ഉദ്ദേശിക്കുന്നത്? ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ മോദി കാണുന്ന പ്രശ്നം എന്താണ്? കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ മോദി കാണുന്ന പ്രശ്നം എന്താണ്? പ്രിന്റു പറ. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഏത് പേജിൽ ഏത് വരിയാണ് നിങ്ങളുടെ പ്രശ്നം? അത് പറ. പറയുന്നത് പോലെ, നക്സൽ അറബനുകൾ പറയുന്നത് പോലെ ഈ രാജ്യത്തിന്റെ മുഴുവൻ പൊതുസമ്പത്ത് പിടിച്ചെടുത്തുകൊണ്ട് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ നടക്കുക എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യത്തിലും പരമാധികാരത്തിലും എന്ന് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എവിടെയാ പറയുന്നത് പ്രിന്റു? എന്റെ ചോദ്യം അതാണ്. ഏത് പേജിൽ എത്രാമത്തെ വരിയിൽ അങ്ങനെ പറയുന്നു?